ഇത് ഹിജ്റ 300-കളിൽ ഷിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ തീവ്രവാദി ഗ്രൂപ്പായ ഫാത്തിമിയാക്കൾ ഉബൈദികൾ തുടങ്ങിയതാണ്. ഫാത്തിമി എന്ന പേര് പോലെ ആളെ പുട്ടീസക്കാൻ സ്വീകരിച്ച പേരാണ്. ഉബൈദികളാണ് അവർ. ഫാത്തിമ ബീവിക്ക് ചേർത്തിട്ട് ഒരു പേരിട്ടാൽ ഏർപ്പെട്ടല്ലോ, ആളുകൾ സ്വീകരിച്ചോളും. ആ ഫാത്തിമിയാക്കളാണ് ഹജറുൽ അസ്വദ് കട്ടുണ്ടായ മനുഷ്യന്മാർ. ഹിജ്റ 300-കളിൽ കഅബയിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയി. 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഹജറുൽ അസ്വദ് വഴി തിരിച്ചു പിടിക്കുന്നത്. 20 കൊല്ലം ഹജറുൽ അസ്വദ് ഇല്ലാതെയാണ് കഅബ സ്ഥിതി ചെയ്തത്. ആ മോട്ടിച്ച മനുഷ്യന്മാരാണ് നബിദിനാഘോഷം തുടങ്ങിയത്. തിരിച്ചു പിടിച്ചവരിൽ നിന്ന് പിന്നെ തിരിച്ചു പിടിച്ച് കൊണ്ടുവന്ന് വീണ്ടും കഅബയിൽ സ്ഥാപിച്ചു. വീണ്ടും മോട്ടിക്കാൻ ശ്രമിച്ചു. അത് സാധിച്ചില്ല. ആ ദേശത്തിന് അവർ ഹജറുൽ അസ്വദിന് അമ്പെയ്തു. ഹജറുൽ അസ്വദ് പൊട്ടി, കഷ്ണം കഷ്ണമായി. നമുക്ക് എന്താ ഹജറുൽ അസ്വദ് 7 പീസ. അന്ന് ഒറ്റക്കല്ലായിരുന്നു. ആ കല്ലിന് ഷിയാക്കൾ അമ്പെയ്ത് പൊട്ടിച്ചു. അങ്ങനെ 7 കഷ്ണമായി ചിഹ്നിച്ചതറി. അതുകൊണ്ടാണ് പിന്നെ ഈയ മുറുക്കി അതിൽ 7 പീസ് പതിച്ചു വെച്ച് അതിന് മേലെ കവറിട്ടത്. പിന്നെ അത്രയും ദുൽമ ചെയ്ത മനുഷ്യന്മാർ തുടങ്ങി വെച്ച പണിയാണ് നബിദിനാഘോഷം. അപ്പൊ ഇസ്ലാമിന്റെ സ്നേഹം കൊണ്ടായിരിക്കോ അല്ലെ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടിയായിരിക്കോ എന്ന് മനസ്സിലാക്കാൻ. അന്ന് അവർ 6 ആഘോഷം തുടങ്ങി. നബിദിന അല്ല ഒരു പ്രധാനമായും ആഘോഷിച്ചത് 1 അലിയുടെ, 2 ഫാത്തിമയുടെ, 3 ഹസനിന്റെ, 4 ഹുസൈനിന്റെ, 5 നബിയുടെ, 6 ഖലീഫത്തുൽ ഹാദിർ അന്നത്തെ ഷിയാ നേതാവിന്റെ ജന്മദിനം. ഈ 6 ജന്മദിനമാണ് ഒരു നടപ്പാക്കിയത് ഹിജ്റ 300-കളിൽ. അതിന് സർക്കാർ ഫണ്ട് പാസാക്കി. സർക്കാരുകൾ ഫണ്ട് പാസാക്കി. അങ്ങനെയാണ് നബിദിനാഘോഷം ലോകത്ത് വന്നത്. അല്ല നബിയോ സഹാബിയോ താബിഈങ്ങളോ തമിഴ് താബിഈങ്ങളോ ഷാഫി ഇമാം പോലും ആഘോഷിച്ചതല്ല. അങ്ങനെ ഷിയാക്കൾ നടത്തി 100 കൊല്ലത്തിലേറെ അവർ നടപ്പിൽ വരുത്തിയത്. പിന്നെ രാജാക്കന്മാർ മാറി മാറി വന്നപ്പോൾ പിന്നീട് വന്നൊരു ഭരണാധികാരി പ്രഖ്യാപിച്ചു, ഇനി അത് ഇവിടെ ഉണ്ടാവില്ല, നിർത്തിയാണ്. എല്ലാം നിർത്തലാക്കി. ഈ ആഘോഷം എല്ലാം നിർത്തലാക്കി. അങ്ങനെ 150 കൊല്ലം പിന്നെ നബിദിനാഘോഷവും ഇല്ല, ഈ പറയപ്പെട്ട 6 ആഘോഷവും ഇല്ല, എല്ലാം ക്യാൻസൽ. ആളുകൾ മറന്നുപോയിനാണ്. പിന്നീടാണ് ഹിജ്റ 600-കളിൽ മുദഫർ രാജാവ്, അയാൾ സൂഫിയായിരുന്നു. സൂഫികളെമ്പാടും സ്നേഹിച്ച, സൂഫികൾക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുത്ത, സൂഫി പർണശാലകൾ നാട് മുഴുവൻ സ്ഥാപിച്ച് ഏത് സൂഫിക്കും വരാം, ഇയാളെ വക എല്ലാ സൗകര്യം കൊടുത്തു. ഭക്ഷണം ഫ്രീ, താമസം ഫ്രീ, ചെലവ് ഫ്രീ, പോകുമ്പോൾ സമ്മാനം കിട്ടും. അങ്ങനെ മൊത്തം സൂഫികൾക്ക് വലിയ ഓഫർ കൊടുത്താണ് മുദഫർ രാജാവ്. അങ്ങനെ മൂപ്പര നാട്ടിലേക്ക് ലോകത്തെല്ലാ ഭാഗത്തും സൂഫികൾ വന്ന് കൂടി. എല്ലാ സ്ഥലത്തും സൂഫികൾക്ക് ഖൈമകൾ കെട്ടിക്കൊടുത്തു. അവിടെ എല്ലാം ഫുഡ് ലഭ്യമാക്കി. അവരെല്ലാം പോകുമ്പോൾ പോകാനുള്ള യാത്രാ ചെലവ് അദ്ദേഹം വഹിക്കും. ഒരിക്കലും സമ്മാനം കൊടുക്കും. അങ്ങനെ സൂഫികളെ കേന്ദ്രമാക്കി തന്റെ നാട് മൂസൽ പട്ടണത്തിലെ ഇർബൽ എന്ന പ്രദേശത്തെ അയാൾ മാറ്റി. ആ മനുഷ്യരാണ് പിന്നെ ഈ ആഘോഷം രണ്ടാമത് കൊടുത്തത്. ഷിയാക്കൾ തുടങ്ങി വെച്ച് 100 കൊല്ലം ആഘോഷിച്ച് പിന്നെ നിർത്തിവെച്ച് 150 കൊല്ലം ഇല്ലാതായ ആഘോഷത്തെ രണ്ടാമത് കൊണ്ടുവന്നു ഈ മുദഫർ രാജാവ്. പിന്നെ അവിടെ നിന്ന് കണ്ട് അത് കുറ്റ പോകാതെ നടത്തിപ്പോകുന്ന സൂഫികൾ. അതിന്റെ ഭാഗമായി പാടുന്ന പാട്ടോ ഈ പാട്ടൊന്നും മുദഫറിന് പോലും പരിചയമല്ല. ഇതൊക്കെ ഇപ്പൊ 100-150 കൊല്ലം മുമ്പ് ഓരോരുത്തർ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് നമ്മെ നശിപ്പിക്കാനായി ഷിയാക്കൾ കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിച്ച കഥകളാണ് ഈ പാട്ടുകൾ.